ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമന്ദിരം ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗമാണ്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാല്ലേ. കുറേ കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, എളുപ്പമാണ്. 1 fraction many forms, ഒരു ഭിന്നം പല രൂപം. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഏതായാലും രസകരമായ ആക്ടിവിറ്റീസാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. 7ാം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും നിങ്ങൾക്ക് ഗണിതം മധുരം ചാനലിൽ കിട്ടും. 5ലെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, 6ാം ക്ലാസ്സിലെയും ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. അതുകൂടാതെ മറ്റ് ധാരാളം പ്രവർത്തനങ്ങൾ അതിനകത്തുണ്ട്, ധാരാളം ട്രിക്സുകളുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടുപഠിക്കുക. ഗണിതം മധുരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ. പിന്നെ ചെറിയൊരു വിഷമം എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് 77.6% പേര്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ 22.4% ഉള്ളൂ. ഓരോ വീഡിയോയുടെയും പുറകിൽ അത്രമാത്രം എഫേർട്ടാണുള്ളത്. നിങ്ങൾക്ക് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു. പഠനോപകരണങ്ങൾ ഉപയോഗിച്ച് പഠിക്കുമ്പോൾ തന്നെ ഗണിതം മധുരമായിട്ട് അനുഭവപ്പെടുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്യല്ലേ. ഇവിടെ നോക്കൂ, ഇതൊരു കേക്കാണ്. കേക്കിൻ്റെ രൂപം ഞാൻ വൃത്താകൃതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനെ ഒരു മുഴുവൻ കേക്കിൻ്റെ രൂപമാണ് അത്. അപ്പം ഞാൻ ഇതിനെ 2 ഈക്വൽ പാർട്സ്, തുല്യ ഭാഗങ്ങളാക്കി. ഇപ്പം നോക്കൂ, ഒരു കേക്കിനെ 2 സമഭാഗങ്ങളാക്കി, ഈക്വൽ പാർട്സ് ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഓരോ ഭാഗത്തെയും സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ ഫ്രാക്ഷൻ എന്താണ്? 4ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു കേക്കിനെ എത്ര തുല്യ ഭാഗങ്ങളാക്കി? 2. ആ 2 ഛേദിച്ച കഷ്ണങ്ങളുടെ എണ്ണം. ഈക്വൽ പാർട്സ്, അതായത് ഛേദം എന്ന് മലയാളത്തിൽ പറയും, ഡിനോമിനേറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പം 2ൽ എത്രയാണ്? 1 ഭാഗമാണത്. 2ൽ 1 ഭാഗം. എനിക്ക് തോന്നി എൻ്റെ വീട്ടിൽ ഞാനും ഭർത്താവും 2 മക്കളുമുണ്ട്. അപ്പോൾ ഈ കേക്കിനെ 4 തുല്യ ഭാഗങ്ങളാക്കി ഭാഗിച്ചാൽ ഓരോരുത്തർക്കും ഈക്വലായിട്ട് ഓരോ പോർഷൻ കിട്ടും. അപ്പം ഞാൻ എന്ത് ചെയ്തു? അത് 4 തുല്യ ഭാഗങ്ങളാക്കി. നോക്കിക്കോളൂ, അതായത് ഈ 2 സമഭാഗങ്ങളെ വീണ്ടും 2 ആക്കി. 2 ഗുണിക്കണം 2. അപ്പം എത്രയാണ് കിട്ടുക? ഇവിടെ നോക്കൂ, 4 ഈക്വൽ പാർട്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 2ൽ 1 വീണ്ടും 2 കൊണ്ട് ഗുണിച്ചു അല്ലേ? 2 കൊണ്ട് ഗുണിച്ചപ്പോൾ ഗുണിക്കാൻ ഉപയോഗിച്ച സംഖ്യ 2. ആ 2 ഇവിടെ വരുന്നത്. നോക്കൂ, അപ്പൊ ഇത് എത്രയാവും? 2ൽ 1 എന്ന് പറയുന്നത്, ഈ ഭാഗം എന്ന് പറയുന്നത് 4ൽ എത്ര ഭാഗമാണ് വരിക? 2 ഭാഗം. നിങ്ങൾക്ക് സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. 2ൽ 1 എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? 4ൽ 2 ഭാഗമാണ്. അപ്പം നമുക്കതിൻ്റെ ഭിന്നസംഖ്യാരൂപം ഫ്രാക്ഷൻ ഫോം എന്ന് എഴുതാം. 4ൽ 2. 2ൽ 1 വീണ്ടും 2 സമഭാഗങ്ങളാക്കിയപ്പോൾ ടോട്ടൽ 4 സമഭാഗങ്ങൾ വന്നു. അപ്പം 4ൽ 2. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരല്പം ഇതാക്കി വെച്ചിരിക്കാം. ഇനി അടുത്തത് ഞാൻ വിചാരിച്ചു, എൻ്റെ വീട്ടിലെ മക്കളും തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളും ഉൾപ്പെടെ 6 കുട്ടികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയാമോ? 6 ഈക്വൽ പാർട്സ് ആക്കാം. അതായത് ഈ 2ൽ 1 വീണ്ടും 3 സമഭാഗങ്ങളാക്കി. അപ്പോൾ 2 × 3 എത്ര വരും? 6 സമഭാഗങ്ങൾ. നിങ്ങൾ നോക്കി നോക്കൂ, 6 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 2ൽ 1 വീണ്ടും നമ്മൾ 3 ആക്കി, 3 സമഭാഗങ്ങളാക്കുന്നത്. അപ്പം 2ൽ 1 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാ വരിക? നമുക്ക് നോക്കാം. ഈ 2ൽ 1 എന്ന് പറയുമ്പോൾ ആകെ എത്ര സമഭാഗങ്ങളുണ്ട് ഇതിനകത്ത്? 6 സമഭാഗങ്ങളുണ്ട്. 2ൽ 1 വീണ്ടും 3 സമഭാഗങ്ങളാക്കി. അപ്പം 3 6. അപ്പം നോക്കൂ, മുകളിലും എത്ര തന്നെയാണ് വരുന്നത്? അരഭാഗത്തെ സൂചിപ്പിക്കുന്നത്. 6ൽ 3. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇതെടുത്ത് വെച്ച് നോക്കാം നമുക്ക്, അല്ലേ?
ഇവിടെ വെച്ച് നോക്കിയാൽ കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് ഞാൻ പറയുന്നില്ല, ഇതിനെന്ത് ചെയ്യും? 2-1 വീണ്ടും 4 സമഭാഗങ്ങളാക്കി. അപ്പൊ ആകെ എത്ര സമഭാഗങ്ങൾ വരും? നമുക്കറിയാം എത്രയാണ്? 24 8. 8 തന്നെയാണോ നോക്കാം അല്ലേ? നോക്കൂ, 1 2 3 4 അല്ലേ? മുകളിലും 4. അപ്പൊ 8-ൽ എത്ര വരും? ഏതുകൊണ്ടാ ഗുണിച്ചത്? 4 കൊണ്ട്. അപ്പൊ 8-ൽ എത്രയാ വരിക? 4. നമുക്കൊന്ന് വെച്ചു നോക്കാം. ഇവിടെ ഞാനിവിടെ വെച്ചു. അപ്പം 2-1 തന്നെയാണ് 8-ൽ 4. അപ്പൊ ഞാൻ ആദ്യം ഹെഡിങ് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? ഒരു ഭിന്നം പലരും, 1 fraction many forms അല്ലേ? അപ്പൊ നമുക്കറിയാം നമ്മളിപ്പോൾ പഠിച്ചത് 2-1 വിവിധ രൂപങ്ങളാണ്. 2-1 എന്ന് പറയുന്നത് തന്നെയാണ് 4-2 പഠനോപകരണം ഉപയോഗിച്ചാണ് പഠിച്ചത് അല്ലേ? അതുപോലെ 6-3 8-4. അപ്പൊ മുകളിൽ ഛേദിച്ച കഷ്ണങ്ങളുടെ എണ്ണമാണ് ഡിനോമിനേറ്റർ, ഛേദം. എത്ര എടുത്തു? ഇവിടെ 2-1 എടുത്തു, ഇവിടെയും 4-2 ഭാഗം എടുത്തു, ഇവിടെ 6-3 ഭാഗം, ഇവിടെ 8-4 ഭാഗം. അതാണ് അംശം, ന്യൂമറേറ്റർ. അപ്പൊ ഇനി മറ്റൊരു പ്രത്യേകത ഇതിനകത്ത് കാണാം. ശ്രദ്ധിച്ചു നോക്കിയോ? ഡിനോമിനേറ്ററിലേക്കും ന്യൂമറേറ്ററിലേക്കും നോക്കുക, ഛേദത്തിലേക്കും അംശത്തിലേക്കും. എന്താ ട്രിക്ക്? പിടികിട്ടിയോ? നോക്കൂ, ഇത് ഛേദത്തിന്റെ പകുതിയല്ലേ ഇതെല്ലാം വരുന്നത് അല്ലേ? അപ്പോൾ 2-1 എഴുതാൻ നമുക്ക് എളുപ്പം. മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾ ആൻസർ പറയാം. 2-1 ഞാൻ 50 സമഭാഗങ്ങളാക്കി. അപ്പൊ എത്രയാ ഛേദം വരിക? എത്രയാ വരിക? 100. 2 50 100 അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അംശം എത്ര വരും? അവിടെ ഇരുന്ന് പറയുന്നുണ്ട് എന്താണ്? 100ന്റെ പകുതി 50 തന്നെയും അല്ല, എത്ര കൊണ്ടാ ഗുണിച്ചത്? 50 കൊണ്ട്. അപ്പൊ ഇവിടെ എത്ര വന്നു? 50. എളുപ്പമല്ലേ? ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ ഛേദത്തെ 2 കൊണ്ടാണ് ഞാൻ ഗുണിച്ചത്, അപ്പൊ അംശത്തെയും 2 കൊണ്ട് ഗുണിച്ചു. ഛേദത്തെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ അംശത്തെയും 3 കൊണ്ട് ഗുണിച്ചു. ഛേദത്തെ 24 8 1 4 4. 2 50 100, അതുകൊണ്ട് 1 50 50 അല്ലേ? അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആ ഭിന്നസംഖ്യയുടെ മറ്റൊരു രൂപം കിട്ടുന്നു. ഇപ്പൊ ചില കുട്ടികളൊക്കെ ചോദിക്കും, ടീച്ചർ ഇത് വൃത്തത്തിലല്ലേ കാണിച്ചത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ റിബൺ കഷ്ണമായാലോ? അതാ ഞാനിവിടെ വെച്ചിരിക്കുന്നത്. നോക്കൂ, ഇത് 2-1 അല്ലേ? അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഞാൻ ഇതിനെ എത്ര തുല്യ ഭാഗങ്ങളാക്കി? ഇതിനെ വീണ്ടും 2-1, ഈ 2-1 2 സമഭാഗങ്ങളാക്കി. അപ്പൊ അവിടെ ആകെ ടോട്ടൽ എത്ര വന്നു? 4 സമഭാഗങ്ങൾ വന്നു. അപ്പൊ ഇനി ഇവിടെ നോക്കൂ, ഈ 2-1 എന്ന് പറയുന്നത് 4 ആക്കി ഭാഗിച്ചതിൽ 2 ഭാഗം. അതേപോലെ ഇവിടെ നോക്കൂ, 2-1 3 സമഭാഗങ്ങൾ വീണ്ടും ആക്കി കഴിഞ്ഞാൽ എത്ര വരും? ടോട്ടൽ 6 പീസ് വരും അല്ലേ? അപ്പൊ 6-ൽ 2-1 എന്ന് പറയുന്നത് 3 ഭാഗം. ഇനി 2-1 വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? 4 സമഭാഗങ്ങളാക്കിയപ്പോൾ നമുക്ക് 24 8, ആകെ ടോട്ടൽ 8 എണ്ണം വന്നു. ഇവിടെ 8 എണ്ണം ഉണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 1 2 3 4 5 6 7 8 അല്ലേ? അപ്പൊ 8-ൽ 2-1 എന്ന് പറയുന്നത് എത്രയാണ്? 8-ൽ 4 ആണ്. ഇപ്പൊ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ഭിന്നസംഖ്യ എടുത്ത് ഒന്ന് നോക്കാം. ഇനി ഇവിടെ നോക്കാം, ഇവിടെ ഒരു വസ്തുവിനെ നമുക്ക് 3 തുല്യ ഭാഗങ്ങളാക്കാം. അപ്പം നമുക്കറിയാം, ഞാനിവിടെ വൃത്താകൃതിയായ ഒരു കേക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കേക്കിൻ്റെ രൂപം വൃത്തമായതുകൊണ്ട് വൃത്താകൃതി എടുത്തു. അതിന് ഞാൻ 3 ഈക്വൽ പോർഷൻസ് ആക്കി മാറ്റി. അപ്പം ഇവിടെ നോക്കാം, 3 തുല്യ ഭാഗങ്ങളാക്കി. ഇത് ചെയ്യുമ്പോൾ പല അധ്യാപകർക്കും ഒരു സംശയം തോന്നും, ടീച്ചർ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന്. ഞാനിത് ചെയ്യുന്നത് ഫോം ബോർഡ് ഉപയോഗിച്ചിട്ടാണ്. ഫോം ബോർഡ് വെള്ളത്തിൽ നനച്ച് കഴിഞ്ഞാൽ മിനുസമായ പ്രതലത്തിൽ ഒട്ടി നിൽക്കും. അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫോം ബോർഡാണ്. അപ്പം നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതേപോലെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ്. നമുക്ക് ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ രസമാണ്. അപ്പം 3 തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ ഛേദം ഡിനോമിനേറ്റർ എത്ര വരുന്നു? 3.
അതിലൊരു ഭാഗം ഞാൻ എടുത്തു. അപ്പം ഈ ഒരു ഭാഗത്തെ എന്താണ് സൂചിപ്പിക്കുക? എടുത്തത് 1. അപ്പം അതിനെ 1/3. അങ്ങനെയാണെങ്കിൽ 1/1 2 തുല്യ സമഭാഗങ്ങളാക്കുമ്പോൾ 1/1 എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? സംശയമുണ്ടോ? എന്താ ഇവിടെ ഞാൻ എടുത്തു വെച്ച് നോക്കാം, കണ്ടോ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 1/1 എന്ന് പറയുന്നത് നോക്കൂ എത്രയാണ്? 6 തുല്യ ഭാഗങ്ങളിൽ. നോക്കുക, 1/1 6 തുല്യ ഭാഗങ്ങളിൽ എത്ര ഭാഗമാണ് വരിക? 6/2. നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. 3നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 6 കിട്ടി, 1നെയും 2 കൊണ്ട് ഗുണിച്ചു. അങ്ങനെയാണെങ്കിൽ 3/1 3 സമഭാഗങ്ങളാക്കിയാലോ? ഉടൻ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഡിനോമിനേറ്റർ എന്ത് വരും? 9. 3 3 9. അപ്പൊ 3 സമഭാഗങ്ങളാക്കിയത് അല്ലേ? 3/1. അപ്പൊ അംശം എന്ത് വരും? 1 3 3. അങ്ങനെയാണെങ്കിൽ 3നെ 25 തുല്യ സമഭാഗങ്ങളാക്കിയാലോ? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരിക 3 25 എത്രയാണ് വരിക? 75. അപ്പൊ 75ൽ എത്ര വരും? 1 25 25 വരും. ഇപ്പൊ കൂട്ടുകാർക്ക് ഒരു ഭിന്നത്തിന്റെ വിവിധ രൂപങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ചില പ്രവർത്തനങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 24ലുള്ള ചെയ്യാനുള്ള പ്രവർത്തനങ്ങളൊന്ന് നോക്കാം. അതിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഫ്രാക്ഷൻസ് സ്പെസിഫൈഡ് ബിലോ. ചുവടെ പറയുന്ന ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കുക. ഒന്നാമത്തെ നമുക്കൊന്ന് നോക്കാം. ദ ഫോം ഓഫ് 1/2 വിത്ത് ഡിനോമിനേറ്റർ 24. 1/2ന്റെ 24 ഛേദമായ രൂപം. അപ്പൊ നോക്കാം, 1/2 24 ഛേദത്തിൽ എഴുതാം. 1/2 1/2 സമം 1/2ന്റെ 24 ഛേദമായ രൂപത്തിലേക്ക് എഴുതണം. അപ്പൊ 24 ഛേദാണല്ലോ. അപ്പൊ അംശം എന്ത് തന്നെ വരും? അവിടെ അറിയാൻ 2നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 24 കിട്ടുക? 2 12 24. അപ്പൊ 1നെയും എന്ത് ചെയ്യണം? 12 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആയോ? ഇനി അടുത്ത ചോദ്യം നമുക്കൊന്ന് നോക്കാം. ദ ഫോം ഓഫ് ഹാഫ് വിത്ത് ന്യൂമറേറ്റർ 24. അതായത് 1/2ന്റെ 24 അംശമായ രൂപം. അപ്പൊ ഇവിടെ 1/2 ആദ്യം എഴുതി, അതിൻ്റെ അംശമാണ് 24. അപ്പൊ 24 ഞാൻ അംശത്തിൽ എഴുതി. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ ഛേദം എന്ത് വരും? 1നെ 24 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 24 കിട്ടിയത്. അപ്പൊ 2നെയും 24 കൊണ്ട് ഗുണിക്കണം. 2നെ 24 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താണ് വരിക? 48 വരുന്നത്. മൂന്നാമത്തെ ചോദ്യം ദ ഫോം ഓഫ് 1/3 വിത്ത് ഡിനോമിനേറ്റർ 24. 1/3ന്റെ 24 ഛേദമായ രൂപം. അപ്പൊ 1/3 എഴുതി, 24 ഛേദം. അപ്പൊ 3നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 24 കിട്ടുക? 8. അപ്പൊ 1നെ എന്തുകൊണ്ട് ഗുണിക്കണം? 8 കൊണ്ട്. ഓക്കെ ആയോ? അടുത്തത് ദ ഫോം ഓഫ് 1/3 വിത്ത് ന്യൂമറേറ്റർ 24. 1/3ന്റെ 24 അംശമായ രൂപം. അപ്പൊ നോക്കാം, 1/3ന്റെ അംശം 24. അപ്പൊ ഛേദം എന്ത് വരും? 1നെ 24 കൊണ്ട് ഗുണിച്ചപ്പോൾ 24 കിട്ടി. അപ്പൊ 3നെ 24 കൊണ്ട് ഗുണിക്കണം. 3നെ 24 കൊണ്ട് ഗുണിക്കാൻ ആദ്യം 3നെ 20 കൊണ്ട് ഗുണിക്കുക, 60. പിന്നെ 3നെ 4 കൊണ്ട് ഗുണിക്കുക, 12. അപ്പൊ 60ഉം 12ഉം എത്രയാണ് വരിക? 72. അപ്പൊ 72ൽ 24. ഓക്കെ ആയോ? അടുത്തത് ദ ഫോം ഓഫ് ക്വാർട്ടർ വിത്ത് ന്യൂമറേറ്റർ 100. അതായത് 1/4ന്റെ 100 അംശമായ രൂപം. അപ്പൊ നമുക്കിവിടെ 1/4 എഴുതി, ഇതിന്റെ അംശം 100 വരണം അല്ലേ? അംശം 100 വരണം എന്നുണ്ടെങ്കിൽ 1നെ 100 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 4നെയും എത്ര കൊണ്ട് തന്നെ ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇവിടെ എത്രയാ വരിക? 400 വരിക. ഓക്കെ ആയോ? കൂട്ടുകാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് 1/4ന്റെ 3 വ്യത്യസ്ത രൂപങ്ങൾ എഴുതുക. റൈറ്റ് 3 ഡിഫറെന്റ് ഫോംസ് ഓഫ് ക്വാർട്ടർ. അപ്പൊ നമുക്ക് 1/4 ക്വാർട്ടർ ഇവിടെ എഴുതി.
3 വ്യത്യസ്തമായ രൂപങ്ങൾ എഴുതാം. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, 4നെ 2 കൊണ്ട് ഗുണിക്കാം. 4 2 8, അപ്പോൾ 1നെയും 2 കൊണ്ട് 1 2 2. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് 4നെ 5 കൊണ്ട് ഗുണിക്കാം. 4 5 20, അപ്പം നമുക്ക് 1നെയും 5 കൊണ്ട് ഗുണിക്കാം. ഇനി 4നെ 10 കൊണ്ട് ഗുണിക്കുക. 4 10 40, അപ്പം 1 10 10. 4നെ 7 കൊണ്ട് ഗുണിക്കുക. 4 7 28, 1 7 7. നമുക്ക് 4 വ്യത്യസ്ത രൂപങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോൾ നമ്മൾ 4 എണ്ണം എഴുതി. നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, എത്ര വേണമെങ്കിലും എഴുതാം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എഴുതി നോക്കുക. ഇപ്പം കൂട്ടുകാർക്ക് എടുത്ത ഭാഗത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഭിന്നസംഖ്യ ഫ്രാക്ഷൻസ് എന്ന ഭാഗം കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ബുദ്ധിമുട്ട് വരും. തന്നെയുമല്ല ന്യൂമാത്സ്, USS അതേപോലെയുള്ള ടാലൻറ്റ് സെർച്ച് എക്സാമുകൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പോൾ കൃത്യമായി വീഡിയോ കണ്ട് പഠിക്കുക. അധ്യാപകരാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഒന്നും കൂടെ കാണുമ്പോൾ അവരുടെ മനസ്സിലത് ഹൃദയസ്ഥമായിക്കൊള്ളും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ലവ് യു ഓൾ. ബൈ.